എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നിപ്പോ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ കുതിർന്ന കാരണം ഉറയ്ക്കാൻ നല്ല സൗകര്യമുണ്ട്. അച്ഛനാണെങ്കിൽ പണിയില്ല അല്ലേ ചേട്ടാ? അപ്പൊ ഇത് ഞാൻ കടയിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഉരച്ചൊക്കെ ക്ലീൻ ആക്കി വെക്കാന്ന് പറഞ്ഞു. നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം ഇവിടെ പെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? ആകെ വൃത്തികേടായിട്ട് എടുക്കാണ്ട ഇരുവശങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പെയിന്റ് അടി വീഡിയോയും കൂടി നിങ്ങൾ കാണേണ്ടി വരും. അപ്പൊ ഞാൻ കടയിലേക്ക് പോയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇതിവിടെ ക്ലീൻ ഒക്കെ ആക്കിയിട്ടുണ്ടാവും ആള്. നമ്മള് മിഷനിൽ വാടകയ്ക്ക് എടുക്കാറില്ല, വാടകയ്ക്ക് എടുക്കണം. പിന്നെ വെള്ളം കൂടുതൽ ഇതാകുമ്പോ മൃഗത്തിന് പണിയില്ലോ. പണിയില്ലാത്ത കാരണം അച്ഛൻ അവിടെ ഇരുന്നോട് ചെയ്തു. പുറയ്ക്കുമ്പോ പോണ്ടല്ലേ പെട്ടെന്ന്. ആ നല്ല മഴയല്ലായിരുന്നു. ഉരയ്ക്കാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ടാവും അതേപോലത്തെ കളർ വരണം എല്ലാ സ്ഥലത്തും. ചില സ്ഥലത്തൊക്കെ കണ്ടമാനം പൂപ്പായ ആകെ നനച്ചിട്ടോട്ടെ ചേട്ടാ. ആ ബ്ലീച്ച് ഇടണ ഉറച്ചാ പോണ്ടെങ്കിൽ പിന്നെ ബ്ലീച്ചിട്ട കയ്യും കാലൊക്കെ നശാവൂ. അപ്പോഴേ നമ്മൾ പെയിൻറ്റ് മേടിക്കാൻ വന്നതാട്ടാ. ഇതാണ് പെയിൻറ്റ് കട. അപ്പം ഇവിടെ പുളിഞ്ചോട്ടിൽ തന്നെയുള്ള പുളിഞ്ചോടല്ല അതിനെ ഇവിടെ സ്ഥലം കാളക്കല്ല്. അപ്പോൾ പെയിൻറ്റ് കൂട്ടണതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ സാധാരണ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് അല്ലേ കളർ ഉണ്ടാവുക? വൈറ്റ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിന് കൂട്ടും അല്ലേ? ഏത് കളറാന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഇത് അവിടെ വന്ന് നിൽക്കൂല കളറ്. അത് ശരി. ശരിക്കാതിരിക്കുക വരുന്നത്. ഇങ്ങനെയാണ് പെയിൻറ്റ് കൂട്ടാട്ടോ. ഏത് കളർ ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനി ഇത് നിങ്ങൾ ഇളക്കും. ആ അത് ശരി. അപ്പോൾ ശരിയാവും അല്ലേ? ഷേക്ക് ഇനി അത് അടച്ചിട്ടല്ലേ. കണ്ടോട്ടെ എന്താ കുഴപ്പം? അത്ര മോശം ചാനലൊന്നല്ല, കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. വേണ്ട നമ്മൾ പറഞ്ഞ കളറ് അവരാക്കി തന്നത് അത്. അച്ഛൻ്റെ ഇവിടെ നല്ല ക്ലിയർ ആക്കിയിട്ടാ, നല്ല ഭംഗിയാക്കി അറ്റം തൊട്ട് ഇവിടം വരെ കുറച്ച് കഴുകി കൈയൊക്കെ വരെ എടുത്തൂലേ ചേട്ടാ. അപ്പൊ ഇന്നലെ എന്നെ അച്ഛത് കഴിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ കടയിൽ പോയി വന്നപ്പോ വൈകി, അതുകൊണ്ടാണ് ഇന്നലെ എന്നെ ഇത് എടുക്കാതിരുന്നത്. ഇന്ന് ഇവിടെ വീണ്ടും ചെയ്യാൻ വിചാരിച്ചാ ഇവിടെ പറ്റില്ല അല്ലേ ചേട്ടാ? ഉണങ്ങണം. വെയില് നല്ല ശക്തമായിട്ടില്ലേ. അപ്പൊ അത് കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് നന്നായി ഉണങ്ങിയാലാണ് നമുക്ക് ഇതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റില്ല. വൈറ്റ് സിമെന്റ് വേണമെങ്കിൽ ആ സൈഡുകളിൽ വേണമെങ്കിൽ അടിക്കാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ വൈറ്റ് സിമെന്റ് അടിക്കണം, അതിനൊന്നും കുഴപ്പമില്ല നമുക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്ത് ചെയ്യാൻ പോണു? അവിടുത്തെ ചുമരടിക്കാൻ പോവാണ്. അവിടുത്തെ ചുമരിന്റെ കളറൊന്നും മാറ്റാന്ന് വിചാരിച്ചു. വലിയ മുഷിപ്പൊന്നും ഇല്ല, എന്നാലും അവിടെ ഒന്ന് അടിക്കാന്ന് വിചാരിച്ചു. അതെ ഈ ചുമരില്ലേ ഇതടിക്കാന്നാണ് വിചാരിച്ചു നോക്കുന്നത്.
മുത്തണ്ട് ഇട്ട് അവിടുന്ന് അറ്റം വരെ അങ്ങനെ ആ ഫ്രിഡ്ജൊക്കെ എടുക്കണതിൻ്റെ അവിടം വരുന്ന അങ്ങനെയുണ്ട്. അവിടെയും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് സൈഡ് നല്ല ഭംഗിയാവേ. അപ്പോൾ ഏതാ ചേട്ടാ പെയിൻറ്റ് മേടിച്ച് നോക്കണമെന്ന് ഇന്നലെ പെയിൻറ്റ് മേടിച്ചതൊക്കെ ഇന്നലെ പെയിൻറ്റ് മേടിക്കാനും കൂടി പോയിട്ടാ, അത് ഞാൻ മറന്നു. അപ്പോൾ പെയിൻറ്റ് മേടിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ള പെയിൻറ്റ് ഒന്ന് കൂട്ടുന്നത് കാണിച്ചു കൊടുക്കും അവർക്ക്. ചിലവർക്ക് കൂട്ടാനൊക്കെ ഇങ്ങനെ അറിയാത്തവരുണ്ടാവേ. നമ്മുടെ പോലെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് മനസ്സിലാവണ്ടേ. പിന്നെ അത് മനസ്സിലായില്ലെങ്കിൽ പെയിൻറ്റ് കടയിൽ ചോദിച്ചാൽ മതിയിട്ടാ, അതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇതേ നമ്മുടെ പെയിൻറ്റ് ഇതാണ് കേട്ടോ കളറ്. ഇതിക്കൊഴുക്കി നല്ല പാത്രത്തിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, കഴുകിയ ക്ലീൻ ആവുന്നതാണ്. മതി. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമ്മൾക്കൊരു കട്ടിയൊക്കെ ഒരു ഉദ്ദേശം മനസ്സിലാവും കേട്ടോ. ഒന്ന് അടിച്ചു നോക്കാൻ എന്നിട്ട് മതി. എന്നിട്ട് അതൊരു വടി കൊണ്ട് അങ്ങോട്ട് ഇളക്ക്. അപ്പോൾ നമ്മളിത് ഇത്രയിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ കപ്പുണ്ട്. അപ്പോൾ ഇത്രയ്ക്കായത് പച്ചന്തി അടിച്ചു തുടങ്ങിയിട്ടാ. കളർ വ്യത്യാസം വന്നേണ്ട. നമ്മൾ ഈ കളർ തന്നെ ചോദിച്ചു, പക്ഷെ അവരുടെ അത് അങ്ങോട്ട് അതിൽ എടുക്കാൻ അങ്ങോട്ട് ഉണ്ടായില്ല. അച്ഛൻ്റെ അവിടെ പെയിൻ്റ് അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വീണ്ടും കടയിലേക്ക് പോവാണ്. കടയിൽ പോയി വന്നിട്ട് വേണം അടുത്ത കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഒതുക്കലും അളമാരിത്തെ വൃത്തിയാക്കലും ആ കലങ്കോലായിട്ട് എടുക്കാൻ അളമാരിയൊക്കെ കാലങ്ങളായിട്ട് അതൊക്കെ ഒന്ന് വെടുപ്പാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, ഒന്ന് പെയിൻ്റ് അടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വരാൻ പറ്റിയ ഞാൻ നേരത്തെ വരാട്ടെ ചേട്ടാ. അപ്പോൾ അത് 2 കൊട്ടടിക്കില്ല തോന്നുന്നു അല്ലേ, നോക്കി നോക്കാം. അപ്പം അങ്ങനെ ഞാൻ കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും ഇതേ അച്ഛനെല്ലാം ഇവിടത്തും അടിച്ച് ഈ ബാക്കൊക്കെ അടിച്ചു കേട്ടാ, കളറ് മാറ്റി. ശാന്തേച്ചിയുടെ അവിടുത്തെ അപ്പുറത്തെ വീട്ടിലത് ആളുടെ പെയിൻറ്റ് കാണുന്നുണ്ടാ, അവർ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരുപോലത്തെ. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെടുപ്പാക്കി അലമാരിയൊക്കെ ഒന്ന് വെടുപ്പാക്കി. ഇത് നമ്മുടെ മിക്സി ഇതൊക്കെ വയ്ക്കുന്നത് അതാണ്. ഇത് തൽക്കാലം അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഒന്നുമില്ലാണ്ട് കാലിയായിട്ട് കിടക്കുന്ന ഫ്രിഡ്ജ് കണ്ടുണ്ടാവും എല്ലായിടത്തും. അതും ഇവിടുത്തെ ഫ്രിഡ്ജ് അങ്ങനെയാണ്. ഇത് കുറച്ച് വെള്ളം കുപ്പികളുണ്ട്. ഈ പൂരാകുമ്പോഴേക്കും ഇതൊക്കെ നിറയ്ക്കൂട്ടാ. ഇതൊന്ന് തുടയ്ക്കണം. ഒന്നുമില്ല എന്നാലും വെള്ളമൊക്കെ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി ഇടണം. പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ട് തന്നെ കിടന്ന് തുരുമ്പെടുത്തതാ, വെറുതെ കിടന്നിട്ട്. നമ്മൾക്ക് റേക്കൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഏതാനും സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരളമാരിയാണിത്. ഇവിടെ കിടന്നോട്ടെ. ഇതിൻ്റെ ഇവിടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാനും സാധനങ്ങളൊക്കെ ഇല്ല. അപ്പോൾ കാലങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടില്ല. എനിക്ക് ഓർമ്മയില്ലാത്തതും ഓർമ്മയുള്ളതൊക്കെ ആയ പലചരക്ക് സാധനങ്ങൾ കഴിയുന്നത് സോപ്പ്, തേങ്ങ, മാങ്ങ, അരിപ്പൊടി എന്ന് വേണ്ട സർവത്ര സാധനങ്ങളും ഇതിലാണ് വിൽക്കുക നമ്മൾ. അച്ഛൻ പറയണ്ട, അമ്മ അച്ഛനല്ലാത്തതൊക്കെ ഇത് വെക്കും. അത് കണ്ട് തന്നെ അത് വലിയൊരു ഉപകാരമുള്ള ഒരു സ്പേസാണ് ഇട്ടത്. സോപ്പ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് ഒക്കെ ഇതിനുള്ളില്ല. ഇതിനുള്ളില് ശരിക്കും പറയുകയാണെങ്കിൽ ആവശ്യം വരുമ്പോൾ ഒന്നും കിട്ടൂല. അതന്നെ. ഇത് നമ്മുടെ ഇതാ ചേട്ടാ, എന്താ പറയുക, നമ്മുടെ അമ്പഴങ്ങ ഉപ്പിലിട്ടത് ചാപ്പത്തിട്ട് വെച്ചതാ. നല്ലതാണ്, നോക്കണം. ആവശ്യം വരുമ്പോൾ അന്വേഷിച്ചാലും കിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോ ഒന്നുമില്ലാണ്ടൊക്കെ അലക്കുക. എനിക്ക് ഓർമ്മയിണ്ടാവില്ല. ഇത് മേടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഓർമ്മ വേണ്ടേ. വെളിച്ചെണ്ണ, പിന്നെ കൊറേ പുതിയ പാത്രങ്ങളാട്ടാ. എനിക്ക് പുതിയ പാത്രങ്ങളില്ല എന്നല്ല വിചാരം. ഞാൻ ഈ പഴയതിൽ തന്നെ ചെയ്യുമ്പോ എനിക്ക് പുതിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പുതിയ പാത്രം.
ഒക്കെ പുതിയ പാത്രങ്ങളാണ് ചായ വെക്കുന്നതൊക്കെ. ഒക്കെ പുതിയ പാത്രങ്ങളാണ്. ഇതൊക്കെ എൻ്റെ മോള് വാങ്ങിച്ചിട്ടുള്ളത് കണ്ട. ഇതൊക്കെ ഉണ്ട് ബീറ്റർ, അതൊക്കെ ഉണ്ട്. അഴിക്കാണ്ട് വെച്ചോക്കെ അതൊക്കെ. പഴയതൊക്കെ കഴിയട്ടെ എന്ന് എനിക്ക്. കുരുമുളകുകളാ, പല സെക്ഷനായിട്ടുള്ള കുരുമുളകുകൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ കുറെ അല്ലറ ചില്ലറ ഐസ്ക്രീം പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും. ഇതിപ്പോ ഒരു പൂരത്തിന് വന്നാലേ എൻ്റെ കുഞ്ഞാണ്ട ചേച്ചി ഒക്കെ വരികയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരികയാണെങ്കിൽ ബാക്കിയുള്ളത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പാർസൽ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനത്തെ പാത്രങ്ങൾ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടി അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അത് നല്ല പോലെ ഇതിന് വലിയ ചക്കുറുമ്പോള് വന്ന് നോക്കണം നാള്. അതാണ് ഇത് മാറ്റാമെന്ന് വിചാരിച്ചത്. എൻ്റെ മോള് കണ്ടാ ഇതെന്തൊക്കെയോ ഉറുമ്പുകൾ വന്നിട്ട് ആകെ ഇങ്ങനെ വൃത്തികേടാക്കി നോക്കാം. അപ്പൊ അതാണ് ഇതാ പൊട്ടിക്ക് വെച്ചത് ചേട്ടാ. ഇത് പൊട്ടണതാ. 2 കൈ പിടിച്ചോട്ടാ. അവിടെ വെച്ചു. അതെ കത്തി പിച്ചാക്കി ചേട്ടൻ മേടിച്ചു കൊടുത്തല്ലേ? അച്ചപ്പടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു മേടിച്ചു കൊടുത്തത്. ഓർമ്മയില്ല, ഇതൊക്കെ ഓർമ്മയില്ലാണ്ടിരിക്കുന്ന സാധനങ്ങളാ. എനിക്ക് നല്ല മീൻ വെട്ടാനുള്ള കത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പഴയ എൻ്റെ അമ്മ മേടിച്ചെന്ന അച്ചപ്പത്തി അല്ല നൂലപ്പത്തിൻ്റെ അച്ചിട്ടാ ഇങ്ങനെ ഞെക്കണത്. ആക്രിക്കാരുടെ വീട് പോലെയായില്ലേ, ആക്രി സാധനങ്ങൾ പോലെയാണ് എടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ളതാട്ടാ. ആക്രി സാധനങ്ങൾ പോലെ ആയാലും സാധാരണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഷെയ്ക്കിന്റെ ഗ്ലാസ്സുകൾ കണ്ട. ഇതാണ് നമ്മള് ആദ്യം തൃശ്ശൂര് വെള്ളയപ്പ കച്ചവടത്തിനൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ചട്ടി. ഇതാ എൻ്റെ അമ്മയൊക്കെ ചെറിയ വെള്ളയപ്പായിരിക്കേ. ഇതാണ് എൻ്റെ മൂടി കണ്ട. പലമാരമ്മ പെയിൻ്റ് അടിക്കാൻ പോവാട്ടാ. പച്ച പെയിൻറ് ഇങ്ങനെയാണ് നമ്മളടിക്കുന്നത്. അപ്പോൾ ഒരു കോട്ടമ്മ അവസാനിക്കുകയെ. അതിപ്പോൾ കാർബോർഡ് അത് രജീവ ഒരു ദിവസം വന്ന് വെച്ചെന്നത് ഓർമ്മയില്ലേ ചേട്ടന്? കേടായിട്ട് അവിടെയൊക്കെ ശരി അമ്മമ്മേരോടത്തെ ഇതത് ഇത് പിന്നർ കൂടിയാ അത്തിരി കഴിയുമ്പോൾ കെട്ടിയാവും. ഒരു വ്യത്യാസം എന്ന് പറയാൻ ഉണ്ടാവില്ല അല്ലേ ചേട്ടാ? കൂടുതലായാ അപ്പോഴേ നമ്മളെന്തൊരു ചെയ്ത് ചേട്ടാ? പച്ച തന്നെ വേണ്ടാന്ന് വെച്ചൂല്ലേ? അപ്പൊ അതില് വെള്ളം കൂട്ടിയപ്പോ അത് ഇങ്ങനത്തെ കളറായി മാറിയിട്ടാ. പച്ചീനെല്ലാം ആർന്നേ. അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കളറ്. കമ്പ്യൂട്ടർ എന്നും ആ ഒരു കളറിലല്ല കിടന്ന് പറഞ്ഞ ഇപ്പൊ മാറി കിടക്കട്ടെ. ഞാനൊരു കൂട്ടുമ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് പച്ച മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പോൾ പച്ച തന്നെ അടിച്ചപ്പോൾ അത് അടിക്കാത്തത് ഒരുപോലെ ആയിട്ട് കിടക്കണം. നല്ല മാരേരെ കളർ അങ്ങോട്ട് മാറ്റിയപ്പോൾ നമ്മൾ ഇപ്പോൾ ചുമരിൻ്റെ കളർ തന്നെയായില്ല ചേട്ടാ. ഏതാണ്ട് ഒരു മാച്ചായി. അപ്പം അതിൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചു കൂട്ടാ. അടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. പാത്രം വെക്കുന്നുണ്ടായാലേ ഒന്ന് വെടുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇന്നലെ ഇതിൻ്റെ ഉള്ളും പുറവും ഇവിടെ കടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് ഉണങ്ങിയിട്ടില്ല. പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് ഒന്ന് കിടന്ന് നന്നായി ഉണങ്ങട്ടെ. ഉള്ളിലൊക്കെ നമ്മൾ വൈറ്റടിച്ച് ഇന്നലെ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണങ്ങാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് കുറച്ച് പണിയില്ല, അതിലേക്ക് പോകാൻ പറ്റും. ഈ ചെടിച്ചട്ടിരിക്കുന്ന സ്ഥലം കണ്ട ഇതാകെ വൃത്തികേടാ. അവിടെ ഒന്ന് കഴുകി പെയിൻ്റടിക്കുന്ന സ്ഥലം പെയിൻ്റടിക്കാൻ പറ്റുന്ന സ്ഥലം പെയിൻ്റടിക്കാം.
അതെ അച്ഛൻ പെയിൻറ്റ് മതിലും മടിക്കാട്ടാ, കഴുകിയൊക്കെ വൃത്തിയാക്കിയതാള്. പച്ച കളർ മാറ്റി നീല കളറാക്കി നമ്മൾ ചുമരും മടിച്ച പെയിൻ്റ് തന്നെ ഇവിടെ അടിക്കുക. അതുമ്പോൾ പല കളറൊക്കെ കൊടുക്കാൻ അതിനാണ് അവർ ആ ഡിസൈനൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടാ നമ്മൾ അതും കൊടുക്കാറൊന്നുമില്ല. അതും പണിത് നിൽക്കാർക്ക നേരം. അപ്പോൾ ഇവിടുത്തെ അടി കഴിഞ്ഞൂല്ലേ ചേട്ടാ? ആ ഇനി ഉള്ളിൽ ഇത്രയും അടിച്ചു വിട്ടാൽ അത്ര അതന്നെ ഉള്ളിൽ സ്ഥലം കൂടുതലുണ്ട് അറ്റം വരെ അടിക്കണം. അപ്പോഴേ അളമാരിയിൽ നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ അടക്കിടക്കി വെക്കാം. ഇതൊക്കെ ചീത്തയായത് അതിനെന്തോ പറ്റി. കുറച്ച് ടിന്നോളൊക്കെ ഇതിൽ തന്നെ വെക്കാം. കളമാരി അങ്ങനെ ഒതുക്കി അതൊക്കെ അടച്ച് ക്ലീനാക്കി വെച്ചു. അപ്പം നമ്മുടെ പുതിയ തട്ടില്ല ചേട്ടാ, ഇവിടെ വയ്ക്കാൻ പറ്റുമെന്ന് അറിയാനാ. അവിടെ ഉരുളക്കിഴങ്ങ്, സബോള, ബാക്കിയുള്ള പച്ചക്കറികൾ ഒക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോഴേ കുറേ നേരം കാലത്ത് എണീറ്റുമ്പോൾ തുടങ്ങിയുള്ള പണിയെടുക്കില്ല ഞാനും അച്ഛനും കേട്ടാ. അപ്പോൾ അച്ഛൻ കുളിക്കാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അമ്മ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.